നാമൊക്കെ വിചാരിക്കുന്നതിലും വളരെ ഗുരുതരമാണ് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം 6th സെമസ്റ്ററിൽ എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഇൻറ്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് CV എനിക്കൊന്ന് അയച്ചു തന്നു. ആദ്യമായിട്ട് ആ കുട്ടി എന്നെ ബന്ധപ്പെട്ടത് ഇൻറ്റേൺഷിപ്പ് ലഭിക്കുമോ എന്നറിയാനാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ആ കുട്ടിയോടൊരു CV ചോദിച്ചു. ആ കുട്ടിയുടെ കയ്യിൽ CV ഇല്ല. അപ്പോൾ CV ഇല്ലാത്ത സമയത്ത് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഒരു CV പ്രിപ്പയർ ചെയ്ത് അയക്കൂ എന്ന് പറഞ്ഞു. ആ കുട്ടി എനിക്ക് അയച്ചു തന്ന CV കണ്ട് ബേസിക്കലി ലിറ്ററലി ഞാൻ കരഞ്ഞുപോയി. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമുള്ള ഒരു CV. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു CV പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് സാർ ഒരു 1-2 റെഫറൻസ് അയച്ചു തരുമെന്ന്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പായ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ കിട്ടുന്ന സാധനമേ ഉള്ളൂ ഈ CV. നമ്മളുടെ ബേസിക് ഇൻഫർമേഷൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തിന് കൊടുക്കുക, ഒരു പ്രോംപ്റ്റ് ചെയ്യുക. ഗ്രോക്ക് പോലെയുള്ള സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഐഡിയലി ഒരു CVയുടെ ഒരു PDF പോലെ നമുക്ക് സേവ് ചെയ്യാൻ വരെ സാധിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻജിനീയറിംഗ് 6th സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് CV എന്ന് പോലും അറിയില്ല. എല്ലാവർക്കും ഇൻറ്റേൺഷിപ്പ് വേണം, പ്ലേസ്മെൻറ്റ് വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവർ സമീപിക്കുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ മേഖല ഇതിനൊന്നും നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നില്ല. അവരുടെ കരിക്കുലത്തിലുള്ള കാര്യങ്ങൾ, ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് പരീക്ഷയ്ക്ക് എഴുതുക, മാർക്ക് മേടിക്കുക എന്നതിലുപരിയായിട്ട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ് പോലും നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടും ശരിയാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 4 വർഷമാണ് എൻജിനീയറിംഗിൽ ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആസ് എ പേഴ്സൺ ഒരു ബേസിക്കലി ഒരാളുമായിട്ട് എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാം, എങ്ങനെ നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നല്ലൊരു CV പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ഇൻറ്റേൺഷിപ്പ് ഗെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാം, ഇതൊരു രീതിയിലുള്ള പ്രിപ്പറേഷനും ഇല്ല. എന്തോ ഭാഗ്യത്തിന് കുറേ കുട്ടികളൊക്കെ കടന്നുകൂടുന്നു എന്നല്ലാതെ ഒരു രീതിയിലും ഈ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടല്ല കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് വരെ ലഭിക്കുന്നു. പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ കമ്പനി ഓണേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാവരും തന്നെ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 100 പേരിൽ നിന്ന് ഒരു 5 പേരെ വരെ സോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് പരിതാപകരമാണ് അവസ്ഥ. നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നമേ ഇതുള്ളൂ. പക്ഷേ ആരും അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ശ്രദ്ധ എങ്ങനെ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, എങ്ങനെ ഈ പഴയ ഞങ്ങൾ പണ്ട് പഠിച്ച അതേ സിസ്റ്റം തന്നെ വീണ്ടും വീണ്ടും ഓതിക്കൊടുത്തുകൊണ്ട്, കാരണം ടീച്ചേഴ്സിന് അതേ അറിയൂ, അപ്പോൾ അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യാം. ഇതാണ് ടീച്ചർമാരുടെ ഒരു എയിം. എങ്ങനെ ആ പഴയ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടും അപ്ഡേറ്റഡ് ആവാതെ എങ്ങനെ ഒരു 10 കൊല്ലം കൂടി തള്ളി നീക്കാം, ഇതാണ് ടീച്ചർമാരുടെ എയിം. കോളേജസിനാണെങ്കിൽ ഒരു രീതിയിൽ ഒബ്ജക്റ്റീവ്സും ഒരു രീതിയിലുള്ള വിഷനും ഒന്നുമില്ല. അവിടെ കുറേ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കണം, കുറേ ഫീസ് വാങ്ങിക്കണം, ടീച്ചേഴ്സിന് സാലറി കൊടുക്കണം, കുറച്ച് ലാഭം ഉണ്ടാക്കണം എന്ന ഉദ്ദേശമല്ലാതെ യാതൊരു ഉദ്ദേശവും പലർക്കുമില്ല. ശരിക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആൾക്ക് നല്ല വിഷൻ വേണം. കാരണം കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ടൊക്കെ അഫിലിയേറ്റ് ചെയ്തായിരിക്കും ഇവരുടെ സ്ഥാപനം പ്രവർത്തിക്കുക. പക്ഷെ ഇവിടെയൊക്കെ തന്നെയും നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ 4 വർഷം എന്ന് പറയുന്നത് ഈ ഒരു കരിക്കുലം പഠിപ്പിച്ച് അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ പരീക്ഷ പാസ്സാക്കി വിടുന്ന ഒരു സമ്പ്രദായമല്ല നമുക്ക് വേണ്ടത്. ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ കുട്ടികളെ അനുവദിക്കുക. ആ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വന്നു എന്നതൊരു എൻട്രി ക്രൈറ്റീരിയ മാത്രമാണ്. ഇന്ന് റിസർച്ച് ചെയ്യുവാനും പഠിക്കുവാനും കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഒരുപാട് ഫോറംസ് അവൈലബിൾ ആണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞങ്ങൾ ഹാഷ്പിച്ച് സ്കൂളിലെ കുട്ടികളോട് പറയുന്നത്, നിങ്ങളുടെ മൈൻഡ് ഓപ്പൺ ആയിരിക്കുക, നിങ്ങൾ എവിടെ നിന്നും പഠിക്കാൻ തയ്യാറായിരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൺലൈനിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ്. നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ഫ്രം ദ ക്രിയേറ്റേഴ്സാണ്. അതായത് ഓപ്പൺ AI പോലെയുള്ള, ഗൂഗിൾ പോലെയുള്ള, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികളുടെ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ChatGPT പോലെയുള്ള, ജെമിനൈ പോലെയുള്ള പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് അവരിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ളൊരവസരം നമുക്കിന്ന് ലഭിക്കുന്നു. ഈ അവസരങ്ങളെ വിനിയോഗിക്കുകയും ഈ സർവകലാശാലകളുടെ ആ ഒരു അഫിലിയേഷൻ വെറും ഒരു സർട്ടിഫിക്കറ്റിന് മാത്രമായിട്ട് ഒതുക്കുകയും ചെയ്യണം. പഠനം ഒരിക്കലും യൂണിവേഴ്സിറ്റികൾ കൺട്രോൾ ചെയ്യരുത്.
പഠനം ഒരിക്കലും ടീച്ചേഴ്സ് കൺട്രോൾ ചെയ്ത്, പഠനം ഒരിക്കലും കോളേജിനകത്ത് നമ്മൾ ഒതുക്കി നിർത്തരുത്. നമ്മളുടെ കുട്ടികളെ ഓൺലൈനിലുള്ള ആ ഒരു കൈൻഡ് ഓഫ് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. ഇങ്ങനെ അനുവദിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുവാനും കൂടി കുട്ടികളെ നമ്മൾ അനുവദിക്കണം. നമ്മൾ റിസർച്ച് എന്ന് പറയുന്ന ആ ഒരു കീവേഡ് തന്നെ യൂസ് ചെയ്യുന്നത് PG കഴിഞ്ഞോ അല്ലെങ്കിൽ PhD ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല. ശരിക്കും ചെറിയ ക്ലാസ് മുതലേ റിസർച്ച് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് കൃത്യമായ ഒരു നല്ല ഒരു വിഷനുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്ന തലമുറ മാത്രമാണ് ഇന്നോവേറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ചൈനയിൽ ആളുകൾ ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്, US ആളുകൾ ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ കോപ്പി അടിക്കുന്നവരാണ് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളുടെ മന്ത്രിമാർ വരെ പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്സ് ഇന്നോവേറ്റ് ചെയ്യുന്നില്ല, ഇവിടുത്തെ സ്റ്റാർട്ടപ്സ് കോപ്പി ക്യാറ്റാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ വളരെ വിപരീതമായ ദിശയിലാണ് നമുക്കുള്ളത്. നമ്മളുടെ സ്കൂൾ സിസ്റ്റം, നമ്മളുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം എല്ലാം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഉള്ളത്. ജസ്റ്റ് ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങളായി അത് മാറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ജോബ് പോലും ലഭിക്കാത്ത ഒരു രീതിയിലാണ് നമ്മളുടെ കുട്ടികളുടെ പോക്ക്. പണ്ട് പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കുമായിരുന്നു, എവിടെയെങ്കിലും ഒരു വോയിസ് BPOയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലോ ഒക്കെ ആയിട്ടൊരു ജോബ് ലഭിക്കുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ സിറ്റുവേഷനിൽ അതുപോലും ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി തന്നെ നമ്മൾ ആലോചിക്കുക, 4 വർഷമാണ് നമ്മളുടെ കളയുന്നത്. എൻജിനീയറിങ്ങിന് പോകണമോ എന്ന് തന്നെ സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. 4 വർഷത്തെ ഡിഗ്രിക്ക് പോകണമോ എന്ന് തന്നെ സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എൻ്റെ അടുത്ത് വരുന്ന +2 കഴിഞ്ഞ എല്ലാ കുട്ടികളോടും ഞാൻ പറയുക, 1 വർഷം നിങ്ങളൊന്ന് ബ്രേക്ക് എടുക്കാനാണ് പറയാം. 1 വർഷം ബ്രേക്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് എന്താണ് സാധിക്കുന്നതെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ലോകം എങ്ങനെ മാറുന്നു എന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്തൊക്കെ ഓൺലൈനിൽ നിന്ന് പഠിക്കാം, എന്തൊക്കെ കോഴ്സസാണ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള, അതിൻ്റെ പുറകെ പോകാനാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് പരിതാപകരമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല. വെറുതെ വർഷങ്ങൾ നമ്മൾ കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നല്ലൊരു കോർ ഹ്യൂമൻ റിസോഴ്സാണ് ഈ നഷ്ടപ്പെടുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ പഠിക്കുക, പഠിപ്പിക്കുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുക എന്നതുള്ളതായിരിക്കണം. നല്ലൊരു പ്രോബ്ലം സോൾവറിനെ, നല്ലൊരു ഇന്നോവേറ്ററെ, നല്ലൊരു റിസർച്ചറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായൊരു മാറ്റം വേണം. ഇതിനുവേണ്ടി എല്ലാവരും ആവശ്യപ്പെടണം. രക്ഷിതാക്കളുടെ പോക്കറ്റിലുള്ള പൈസ എങ്ങനെയെങ്കിലും കോളേജിന് ഫീസായിട്ട് കൊടുത്ത് 4 വർഷം കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോകേണ്ടതായിരിക്കരുത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. വർഷങ്ങളായി പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സിന് ജോലി കൊടുക്കാനുള്ളതാകരുത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ചൈനയോടും US കിടപിടയ്ക്കുന്ന ഇന്നോവേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയായി മാറണം. നല്ല സയൻറ്റിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ഒരു മേഖലയായി മാറണം. നമ്മളെല്ലാ രീതിയിലും സ്വതന്ത്രമായി ചിന്തിക്കാൻ കുട്ടികളെ അനുവദിക്കണം. എല്ലാ രീതിയിലും സാധ്യമായ എല്ലാ എക്സ്പ്ലോറേഷനും നടത്തിക്കൊണ്ട്, സാധ്യമായ എല്ലാ രീതിയിലും ഉള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിജയിക്കുന്ന ഒരു തലമുറയാക്കി നമ്മളിവരെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം. നമുക്ക് ഒരു മീനിങ് ഫുൾ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൂവ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ നടത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് സോൾവ് ആവുക. നിലവിലുള്ള ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് സങ്കുചിതമായി ചിന്തിച്ചാൽ നമ്മൾ ഒരിക്കലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് പുതിയൊരു സിസ്റ്റമാണ്, കംപ്ലീറ്റ് റീവാമ്പാണ്. ഒരു ചെറിയൊരു മാറ്റം കൊണ്ട് ഒരു രീതിയിലുള്ള അപ്ഡേഷനും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് ഒരു കംപ്ലീറ്റ് റീവാമ്പാണ്. ഈ റീവാമ്പിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് പഠിക്കാനുള്ള, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ പുതിയൊരു തലമുറയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പുതിയ തലമുറയുടെ കഴിവിനെയാണ്. അല്ലാതെ പണ്ട് പഠിച്ചിറങ്ങിയ, പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരുടെ കഴിവിനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മുന്നേറ്റത്തിനായി എല്ലാവരും ഒന്നിച്ച് തന്നെ നമുക്ക് ശ്രമിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.